ഹായ്, നമ്മളെപ്പോഴും വരാറുള്ളത് സെയിൽ വീഡിയോ ആയിട്ടല്ലേ. പക്ഷെ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കൊല്ലം ഷോറൂമിനെ നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പരിചയപ്പെട്ടാലോ. യെസ്, നമ്മുടെ കൊല്ലം ഷോറൂമിലുള്ള പ്രീമിയം കാസുകൾ ഏതൊക്കെയാന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതായത് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ കൊല്ലം ഷോറൂമിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പൊ എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഒരു ഫാമിലി പോലെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് തന്നെ. എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി അച്ചീവ്മെന്റ് എന്തൊക്കെയാ വേണ്ടത് അത് നോക്കണം. ഹാപ്പി കസ്റ്റമേഴ്സ് ആണ്. പിന്നെ ഓണം പ്രമാണിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. ഫോക്കസ് കമ്പനി MG യുടെ 3 വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ ഉണ്ട് കേട്ടോ. ഒരു അഡ്വാൻറ്റേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. നമ്മുടെ ഡെലിവറി പോയിന്റിൽ കിടക്കുന്ന വാഹനമാണ് കേട്ടോ. ഈ ക്രിസ്റ്റ ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, ടൊയോട്ടയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇപ്പൊ സുന്ദരകുട്ടപ്പനെ ആക്കി നിർത്തുക എന്ന് പറഞ്ഞല്ലോ, ഒരു 19ഓളം ഇന്നോവ ക്രിസ്റ്റകൾ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. കേരളത്തിലെ 20 ഷോറൂം എന്ന ഫോക്കസിന്റെ സ്വപ്നം. ആദ്യം നമുക്ക് നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ട് വശത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഇത് അത്യാവശ്യം കളക്ഷൻസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്റ്റ ആയിക്കോട്ടെ, വോക്സ് വാഗൺ, മാഗ്നറ്റ്, അങ്ങനെ റേഞ്ച് റോവർ, അങ്ങനെ കുറച്ച് വാഹനങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലേക്ക് ആര് വരുമ്പോഴും ഹാപ്പി ഫേസോട് കൂടി നമ്മുടെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫാത്തിമ. യെസ്, റിസപ്ഷനിസ്റ്റ് ആണ് കേട്ടോ. അപ്പോ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഫാത്തിമയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഹായ്, വെൽക്കം ടു ഫോക്കസ് മോട്ടോഴ്സ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പ്രീമിയം കാറുകൾ, അതായത് നമ്മുടെ കൊല്ലം ഷോറൂമിലുള്ള എല്ലാ കാറുകളെയും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന, ഏതൊരു കസ്റ്റമേഴ്സിനെയും ഹാപ്പി ആയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന ടീമിനെയാണ്. യെസ്, നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്. വാ, നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ASMനെയാണ് കേട്ടോ. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിഷ മാം. മാമിന് എന്താ പറയാനുള്ളത്? നമ്മുടെ ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ മാനേജ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ടീവ് ആണ്. കാരണം വെച്ചാൽ നമ്മളെ ഒരു ഫാമിലി പോലെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ അത്യാവശ്യം കസ്റ്റമേഴ്സ് വന്നാൽ പോലും നമ്മുടെ ഡീലിംഗ് ആ ഒരു രീതിയാണ്. കാരണം നമ്മൾ വീട്ടിൽ എന്താണോ ചെയ്ത് പഠിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ പുറത്തും കാണിക്കുന്നത്. മാനേജ്മെന്റ് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് തരുന്ന കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് വന്നാൽ പോലും ഫാമിലി ട്രീറ്റ്മെന്റിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെ ട്രീറ്റ് ചെയ്ത് വിടാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമുക്കൊരു ഡെലിവറി ഉണ്ട് അല്ലേ? അതെ അതെ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സൂര്യ സാറാണ്. സൂര്യ സാറെ നോർമലി ഒരു കസ്റ്റമറെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് സൂര്യ സാറെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ സെയിൽസിന്റെ ടീം ലീഡറാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാറെ പേര് ജഗദീഷ് സാർ എന്നാണ്. നമുക്ക് സാറോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്ക് സാറോട് ചോദിച്ചു നോക്കാം. സാർ എന്റെ പേര് ജഗദീഷ്, ഞാനത്തെ സെയിൽസ് ടീം ലീഡർ പ്രവർത്തിയാണ്. ഞാനിപ്പം ജോയിൻ ചെയ്ത് 2 മാസമാവുന്നു. അതിന്റെ pleasure to join this kind of company and management, well established company and giving well support to the customers, kind of warranty, roadside assistance and very good nalla vehicles. Customer entire satisfaction and ഒരു കസ്റ്റമർ വണ്ടി എടുത്തിട്ട് അവർ കസ്റ്റമേഴ്സിനെ റഫറൽ തരുന്നുണ്ട്. സോ താങ്ക് യു, പാർട്ട് ഓഫ് ഫോക്കസ് ടീം. താങ്ക് യു സർ, താങ്ക് യു. അതോടൊപ്പം തന്നെ നമ്മൾ 2 വർഷം വാറന്റിയോട് കൂടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ് അല്ലേ? നമുക്ക് കസ്റ്റമേഴ്സിനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു കോൺഫിഡന്റ് തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായും യൂസ്ഡ് കാർ ചെയ്യാത്തൊരു ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഓൾമോസ്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ വളരെ ഹാപ്പിയാണ്. ഈ ഒരു നമ്മൾ കൊടുക്കുന്ന സർവീസ് നമ്മുടെ എൻ്റർ ക്രൂവിന്റെ ഹോസ്പിറ്റാലിറ്റി, നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്ന ആ രീതി, എല്ലാം കസ്റ്റമേഴ്സ് ഓവറോൾ എല്ലാം ഹാപ്പിയാണ്. താങ്ക് യു, താങ്ക് യു സർ. അടുത്തതായിട്ട് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ സെയിൽസ് മാനേജറെയാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യെസ്, പ്രഭാകരൻ സർ ആണ് പേര് വരുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം. നല്ലൊരു കോമഡി താരം കൂടിയാണ് കേട്ടോ സർ. നമുക്ക് സർ ഇപ്പൊ സെയിൽസ് മാനേജർ ആണല്ലോ, നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ സെയിൽസ് മാനേജർ ആണ്. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന് 2 വാക്ക് സംസാരിക്കാമോ?
എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫോളോ അപ്പ് ആണ്. നമ്മളെ മെയിൻ തിങ് പ്രസന്റേഷൻ ആണ്. ഈ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ അച്ചീവ്മെന്റ് എന്തൊക്കെയാ വേണ്ടത് അത് നോക്കണം. അതർ ദൻ യുവർ പേഴ്സണൽ തിങ്സ് ഒക്കെ മാറ്റി കൊടുക്കണം. നമ്മൾ പേഴ്സണൽ തിങ്സ് ഒക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് തിങ് നമ്മുടെ വന്ന ഇമ്പോർട്ടൻസ് എന്താന്ന് അറിയണം. കസ്റ്റമറെ കാണണം, അവരെ ഹാപ്പി ആക്കണം. അവര് എന്തിനാ വന്നത് അവരെ കാര്യം തീർത്ത് കാണിക്കാൻ. അതുവരെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഹാപ്പിയാണ് സാർ, ഈ ഒരു ഹാപ്പിയാണ് ടോട്ടല്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സെയിൽസ് CRനെയാണ് കേട്ടോ. വാ. ഹലോ സുകന്യ മാം, എന്തൊക്കെ വിശേഷം? സുഖം. നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. എക്സ്പീരിയൻസ് എന്താ, ഇത് നമ്മളുടെ ഫാമിലി പോലാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മള് എന്താ നല്ലൊരു കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സ് ആണ്. ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് എല്ലാവരും. ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സിനെയോ? അതെ, നമ്മളെ ഷോറൂമില് നല്ല രീതിയിൽ തന്നെയാണ് നമ്മള് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്, വെൽക്കം ചെയ്യുന്നത്. അവരതിലും സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. താങ്ക് യു. അപ്പൊ നമ്മുടെ സൂര്യ സാർ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൂര്യ സാറിനെ ഒന്ന് പരിചയപ്പെടാം. വാ സർ, ഒന്ന് പരിചയപ്പെട്ടു. എൻ്റെ പേര് സൂരജ്. ഞാനിവിടെ കൊല്ലം ഷോറൂമില്ല, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടൊരു ഇതെൻ്റെ 3ാമത്തെ മാസം. അപ്പം റിയലി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തെടുത്ത് അങ്ങനെ ഒരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു വീട്ടിൽ നിന്ന്, എൻ്റെ ഒരു ഫാമിലിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഓണം പ്രമാണിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ നമ്മുടെ ഷോറൂം ഫില്ലായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികൾ കിടപ്പുണ്ട്. കുറഞ്ഞ കിലോമീറ്ററിൽ അടിപൊളി വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നല്ല ഓഫറും റൺ ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മളെ ഷോറൂമിൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുക, ഓഫറും കാര്യങ്ങളൊക്കെ എല്ലാവരും അച്ചീവ് ചെയ്യുക. കാറോണം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഷോറൂം വിസിറ്റ് ചെയ്യുക, മാക്സിമം ഓഫറും കാര്യങ്ങളും എല്ലാവരും അച്ചീവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഉറപ്പായ സമ്മാനങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള വെഹിക്കിളിനെയൊക്കെ ഇങ്ങനെ സുന്ദര കുട്ടപ്പനാക്കി എടുക്കുന്ന ആളെ നിങ്ങൾക്ക് കാണണ്ടേ? വാ, നമുക്ക് പരിചയപ്പെടാം. ബൈ സർ. ഇതാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ ഇത്ര നീറ്റ് ആക്കി വെക്കുന്ന ഒരേ ഒരു വെഹിക്കിൾ. बाय सर, नेम प्लीज. मेरा नाम अनुग्रह तिर्की है। ओके, मैं झारखंड से हूँ। मैं यहाँ क्लीनिंग का काम करता हूँ। ओके, നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. फोकस कंपनी अच्छा है। अच्छा है, अच्छा है, ब्यूटीफुल, so sweet। कार अच्छा है, कार कंपनी अच्छा है। ഹാപ്പി हैप्पी। ഹാപ്പി. ഇപ്പൊ നമുക്ക് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ സർവീസിൽ ഒരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അശോക് സർ. സർ ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെയാണോ? അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല, നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഹാപ്പിയാണ്, വർക്കിലൊക്കെ ഹാപ്പിയാണ്. 6 മാസമായി ഇവിടെ. അല്ല, 3 മാസം ആദ്യമേ, പിന്നെ ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു. ഇനിയും നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് നമ്മുടെ ഷോറൂമിലുള്ള വെഹിക്കിൾസ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പൊ ആദ്യം നമുക്ക് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു കിഡിലൻ ക്രെറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ MGയുടെ 3 വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ ഉണ്ട് കേട്ടോ. 3 ടൈപ്പിലുള്ളത് MG ആസ്റ്റർ, അതുപോലെ തന്നെ ഹൈബ്രിഡ് പെട്രോളിൽ വരുന്ന ഒരു വാഹനം ഹെക്ടർ പ്ലസ് ആണ് കേട്ടോ. ടോപ്പ് ആൻഡ് വേരിയന്റിൽ വരുന്ന ഒരു ഹെക്ടർ പ്ലസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഷോറൂമിൽ ഒരു കിഡിലൻ ഡെലിവറി തന്നെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നമ്മുടെ കാറോണം ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു കിഡിലൻ ഡെലിവറി തന്നെയാണ് ഇത്. സ്പിൻ വീല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉറപ്പായ സമ്മാനം എന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്ന ഗിഫ്റ്റുകളെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് മാത്രമല്ല, ഗോൾഡ് കോയിൻ, കപ്പിൾ ടൂർ പാക്കേജ്, LED TV, ഇതെല്ലാം നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ വന്നോളൂ കേട്ടോ. അതുപോലെ അടുത്തതായിട്ട് നമ്മുടെ അടുത്തുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ടാറ്റയുടെ പഞ്ച് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു റെഡ് കളറിൽ വരുന്ന ജീപ്പ് കോമ്പസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരു സിൽവർ കളറിൽ വരുന്ന നമ്മുടെ സെൽട്ടോസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേറെ ഒരുപാട് വാഹനമുണ്ട്, നമുക്കതൊക്കെ പരിചയപ്പെടാം. നമ്മൾ സ്പെഷ്യലായിട്ട് പറയുന്നത് ഇതാണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 3rd ഓണർഷിപ്പിന് താഴെ വരുന്ന വാഹനങ്ങളാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്, 2 വർഷം വാറന്റിയോട് കൂടിയാണ് നിങ്ങൾക്ക് ഓരോ വാഹനവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.
അതുപോലെ തന്നെ 4x2 വരുന്ന ഒരു കിഡിലൻ ഫോർച്യൂണർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. വേറെയും ഈ ഡിസ്പ്ലേ കാണിക്കുന്ന വാഹനങ്ങൾ മാത്രമല്ല നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്, വേറെയും ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കിഡിലൻ ബ്ലാക്ക് കളറിൽ വരുന്ന എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു കിഡിലൻ സ്കോർപിയോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലാക്കിലും വൈറ്റിലും ഒക്കെ നമ്മുടെ കയ്യിൽ സ്കോർപിയോ അവൈലബിൾ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് കിഡിലൻ സ്കോർപിയോ തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്കോർപിയോന്റെ ഇനി വേറെയും ആവശ്യമുള്ളവർ എന്തായാലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ബാക്കിയുള്ള വെഹിക്കിൾസ് ജസ്റ്റ് ഒന്ന് കാണാം. അതുപോലെ നമുക്ക് എപ്പോഴും കിട്ടുന്ന വ്യക്തികളല്ല കേട്ടോ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവരെപ്പോഴും ബിസി ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോൾ ഒരു കിട്ടിയ സമയം അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2 പേരാണ് നമ്മുടെ ഓപ്പറേഷനിലുള്ളത്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പറയൂ, സംസാരം, പേര്, കാര്യങ്ങൾ. എന്റെ പേര് കെവിൻ ജോസഫ്. ഞാനിപ്പോ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അസിസ്റ്റന്റ് ആയിട്ട് കയറി. എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ? ഹാപ്പിയാണ്, കുഴപ്പമില്ല. ഹാപ്പിയാണ്. ജയസർ, നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ഷോറൂമിൽ വന്നതിന് ശേഷം? നമ്മുടെ കൂടെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. നമ്മള് നിഷ മാമിന് പരിചയപ്പെടുത്തിയ പോലെ തന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയാണ്. ഏതൊരു നിമിഷവും നമുക്ക് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ ഏത് നിമിഷത്തും നമ്മുടെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ ജയ സർ, എന്താ നമ്മുടെ ഷോറൂമിനെ കുറിച്ചിട്ട് പറയാൻ? ഷോറൂമിനെ കുറിച്ച് പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് മുമ്പ് വർക്ക് ചെയ്ത ഫീൽഡിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ബേസിക് ആയിട്ട് വണ്ടികളുടെ കാര്യങ്ങൾ, പ്രീമിയം സെഗ്മെന്റ് വണ്ടികളുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഒരു അഡ്വാൻറ്റേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. പിന്നെ നല്ലൊരു മാനേജ്മെന്റ് ആണ്. നമുക്ക് എല്ലാവരും സപ്പോർട്ടും ചെയ്യുന്ന ഒരു മാനേജ്മെന്റ്. ആ രീതിയിൽ ഇന്ന് ഈ ഷോറൂം ഇത്രയും നീറ്റായിട്ട്, വാഹനങ്ങളായിക്കോട്ടെ നമ്മുടെ ഷോറൂമിന്റെ സറൗണ്ടിങ്സ് ആയിക്കോട്ടെ, ഇത്രയും നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ നമ്മളെ ജയ സാറ്. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ മാനേജറിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ നന്ദി പറയാണ്. അപ്പൊ നമ്മൾ ഒരു വാഹനം പരിചയപ്പെടുത്താൻ പോകുന്നതിന്റെ ഇടക്കാണ് നമ്മുടെ ഓപ്പറേഷൻ ടീമിനെ കണ്ടത്, നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഡെലിവറി പോയിന്റിൽ കിടക്കുന്ന വാഹനമാണ് കേട്ടോ. ഇതാണ് ശരിക്കും നമ്മുടെ കൊല്ലം ഷോറൂമിന്റെ ഡെലിവറി പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഒരു കിഡിലം ബ്രസയാണ്, ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ബ്രസയാണ് കേട്ടോ. 2022 മോഡലിൽ വരുന്ന ഒരു പെട്രോൾ ബ്രസയാണ് ഇത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ നമ്മൾ യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വെഹിക്കിളിന്റെ ഓരോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇനിയും മേലെ ഒരുപാട് വാഹനങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഫ്രണ്ടിലുള്ള കുറച്ച് വാഹനങ്ങളൊന്നും നമുക്ക് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ വാഹനം വാല്യുവേഷൻ നടത്തുന്ന ഇതാണ് കേട്ടോ. വാല്യുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ. അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് ക്രിസ്റ്റകൾ നമ്മുടെ ഷോറൂമിലുണ്ട്. ഇപ്പൊ ഈ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുള്ള വാഹനം മാത്രമല്ല, നമ്മുടെ പാണ്ടിക്കാട് ബ്രാഞ്ചിൽ ഒരുപാട് ക്രിസ്റ്റ കളക്ഷൻസ് തന്നെയുണ്ട്. ക്രിസ്റ്റ ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, ടൊയോട്ടയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ ഏകദേശം 4-5 ഇന്നോവ ക്രിസ്റ്റകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഒരു 19ഓളം ഇന്നോവ ക്രിസ്റ്റകൾ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് മാത്രമല്ല ഒരു കിഡിലൻ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു മാഗ്നറ്റ് നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല വോക്സ് വാഗന്റെ ഒരു കിഡിലൻ ടൈഗൺ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ റേഞ്ച് റോവർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു കിഡിലൻ വാഹനം തന്നെയാണ് നമ്മുടെ റേഞ്ച് റോവർ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. അതായത് നമ്മുടെ മേലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം. അതിനു മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റാഫുകളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വാ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം കേട്ടോ. വാ, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ MD-യുടെ ക്യാബിനും അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസ് ടീം, നമ്മുടെ AGM, HR, അങ്ങനെ മാർക്കറ്റിംഗ് ടീം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമുക്ക് അവരുടെ ക്യാബിന് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. അതോടൊപ്പം തന്നെ അവരെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അസസറിനെയാണ്. നമുക്ക് ക്യാബിന് കാര്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് അസസറെ ഒന്ന് പരിചയപ്പെടാം. സർ ഫ്രീ ആണോ? ചെറിയൊരു ഷൂട്ട് നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. സർ, ഫോക്കസ് മോട്ടോഴ്സിന്റെ ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് സാറിന് പറയാനുള്ളത് എന്തൊക്കെയാ? നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ച് സാറിന് എന്താ പറയാ?
ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ച് നല്ല സന്തോഷമുള്ള ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ പോയത്. വളരെയധികം സന്തോഷമുണ്ട്. നല്ല ടീമായി എന്നുള്ളതാണ്. ടോട്ടലി ഈ 2 സ്ഥലത്തും സിസ്റ്റം വളരെ ഓക്കെ ആയി. അതുകൊണ്ടാണ് കമ്പനിക്ക് ഇത്രയധികം വളരാൻ സാധിച്ചതും അടുത്ത ഓരോ ഷോറൂമുകളിലേക്കും ഇനി പോകാനുള്ള സന്തോഷവും ധൈര്യവും കിട്ടുന്നത് നമുക്ക് നല്ല ടീമായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ അസറ്റ്. അതായിക്കൊണ്ടിരിക്കും. പർച്ചേസ് ടീമിന്റെ പിന്തുണയും അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് ലിസ്റ്റ് വളരെ പൂർത്തീകരിച്ചു. ചെക്ക് ലിസ്റ്റ് ഒന്നുകൂടി നമ്മൾ ഫിൽട്ടർ ചെയ്തു. ഇത്തരം ചെക്ക് ലിസ്റ്റുകൾ കഴിഞ്ഞ വണ്ടികൾ മാത്രം കെയർ ചെയ്യാൻ മതി എന്നുള്ളത് കർക്കശമായ നിലപാടും സെയിൽസ്മാനടക്കം ഫുൾ കോൺഫിഡൻറ്റോട് കൂടി വണ്ടി സെയിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വണ്ടിയെ മാറ്റിയെടുത്തു. കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനങ്ങൾ. അതേ നേരത്തെ പോലെ നമ്മൾ എല്ലാ ചെക്ക് ലിസ്റ്റും പൂർത്തീകരിച്ചിട്ടാണ് വണ്ടി കയറ്റുന്നത്. നല്ലൊരു ടീം ആയതുകൊണ്ടാണ് ഇപ്പൊ പാലക്കാട് ജില്ലയിലേക്ക് നെക്സ്റ്റ് ഷോറൂമിന്റെ വർക്ക് നമുക്ക് തുടങ്ങാൻ സാധിച്ചതും അതിവേഗം അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് പോകണം. അതുപോലെ തന്നെ 2030 കേരളത്തിൽ 20 ഷോറൂം എന്ന ഫോക്കസിന്റെ സ്വപ്നം പൂവണിയിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളുമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോ നിലവില് സെയിൽസ് ടീമിനെ പരിചയപ്പെട്ടു, ഓപ്പറേഷൻ ടീമിനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ നമ്മുടെ കാറിനെ സുന്ദര കുട്ടപ്പന്മാരാക്കി കൊണ്ടു നടക്കുന്ന നമ്മുടെ മെയിൻ്റനൻസ് ടീമിനെ നമ്മൾ പരിചയപ്പെട്ടു, സർവീസ് ടീമിനെ എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ സുന്ദരകുട്ടപ്പനാക്കി നിർത്തുക എന്ന് പറഞ്ഞല്ലോ, ആ സുന്ദരകുട്ടപ്പൻ വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ടീമുണ്ട്, നമ്മുടെ പർച്ചേസ് ടീം. നല്ല ക്വാളിറ്റി വാഹനം മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന നമ്മുടെ ടീം. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? വാ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പർച്ചേസ് ടീമിന്റെ ക്യാബിന് വരുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ സുനിൽ സാറിനെ തന്നെ ഒന്ന് പരിചയപ്പെടാം. സുനിൽ സർ, നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാമോ? സാർ ഒന്ന് ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1.5 മാസത്തോളം ആവുന്നു. ഞാൻ മറ്റ് പുതിയ വാഹനങ്ങളുടെ ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ട്രെയിനിങ് പ്രോപ്പറായി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ പർച്ചേസിലെ ഡ്യൂട്ടി കാര്യമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു. ഈ മാസം തന്നെ ഒരു 5 വണ്ടിയോളം ആൾമോസ്റ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അടുത്ത നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ SUV MUV തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചു. അതിനായിട്ട് ഞാൻ മാനേജ്മെന്റിനോട് വലിയ കടപ്പാട്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ജോയിൻ ചെയ്തിട്ട്. അതിനിടയിലാണ് ഈ ഒരു അച്ചീവ്മെന്റ്. നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. എല്ലാ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനും എനിക്ക് സാധിക്കുമെന്ന് പൂർണ്ണ പ്രതീക്ഷയുണ്ട്. അപ്പൊ നമ്മുടെ പർച്ചേസ് ടീമിലുള്ള അടുത്ത ആളെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ആള് ആദ്യം സെയിൽസിലായിരുന്നു. സെയിൽസിൽ നല്ല മികച്ച പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം സെയിൽസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പർച്ചേസിങ് ഏതൊക്കെ രീതിയിലാണ് വേണമെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ. അത് മനസ്സിലാക്കി നമ്മുടെ പർച്ചേസ് ടീമിലേക്ക് മാറിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മഹേഷ് സർ. മഹേഷ് സാറിന് എന്താണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഷോറൂമിൽ വരുന്നതിന് ശേഷം ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ്. ആദ്യം മലപ്പുറത്തായിരുന്നു. അതെ, മലപ്പുറത്ത് 3 മാസത്തെ ട്രെയിനിങ് ആണ് പോയത്. ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് കൊല്ലം തന്നെയാണ് കേട്ടോ. സെയിൽസിലായിരുന്നു ആദ്യം നിന്ന്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് പർച്ചേസ് ടീമിലേക്ക് മാറി. പിന്നെ ഫാമിലി ഇഷ്യൂസ് കാരണം ഞാൻ കൊല്ലത്തേക്ക് വന്നു. മലപ്പുറത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് എനിക്ക് തന്നെ കൊല്ലത്തുണ്ട്. പിന്നെ രണ്ടിടത്തെയും 2 രീതികളാണ്. കസ്റ്റമേഴ്സ് രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അവിടെ ഇപ്പം നമ്മള് വണ്ടി കയറ്റാനുള്ള തിരക്കാണ്. കാരണം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ വെഹിക്കിൾസ് കയറുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള കിലോമീറ്റർ ഒക്കെ കുറഞ്ഞിട്ടുള്ള നല്ല വെഹിക്കിൾസ് കയറുന്നുണ്ട്. പിന്നെ കാരണം ഫെസ്റ്റ് നല്ലതായിട്ട് നടക്കുന്നുണ്ട്. അതെ, എല്ലാരും വരും അല്ലെ. വാഹനം നോക്കുന്നവരൊക്കെ ഈ സമയം തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക അല്ലെ. നല്ല കിട്ടിലും പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റിയുള്ള വണ്ടിയാണ്, ലോ കിലോമീറ്റർ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അതെ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതും അതേപോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. സെയിൽസിൽ അത്യാവശ്യം നല്ല മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ച് നമ്മളിപ്പോ പർച്ചേസിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലെ. ആ ഒരു ക്വാളിറ്റിയോട് കൂടിയുള്ള വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പേര് മുഹ്സിന എന്നാണ്. മാമിന് എന്താ പറയാനുള്ളത്? ഞാൻ ഫോക്കസ് മോട്ടോഴ്സിൽ കയറിയിട്ട് 6 മാസത്തിൽ കൂടുതലായി. ആദ്യം സെയിൽസിലായിരുന്നു, അപ്പോൾ പർച്ചേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ ഒരു രീതിയിലുള്ള വണ്ടികൾ, അത്രയും ക്വാളിറ്റിയുള്ള വണ്ടികൾ നോക്കി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ 2015 എബോവ് 75,000 കിലോമീറ്ററിൽ താഴെ ഓടിയ വണ്ടികളാണ് മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കുന്നത്. അത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് അത്രയും കണ്ടീഷനായിട്ടുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ
ഷോറൂമിലോട്ട് എടുക്കുന്നുള്ളൂ. ഏകദേശം 130 ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വെഹിക്കിൾ ആണ് നമ്മൾ നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ അത്രയും ട്രസ്റ്റോടുകൂടി തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് നമുക്ക്. അപ്പൊ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും തന്നെ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു. കൊല്ലം ടീമിലുള്ള പർച്ചേസ് ടീമിനെ കാര്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫിനാൻസും ഇൻഷുറൻസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് മാനേജറെയാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാർ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ചിട്ട് സാർ എന്താ? എൻ്റെ പേര് ശ്രീനി. ഞാൻ ഇവിടെ 1 മാസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട്. ഇതിനു മുന്നേ ഞാൻ ഫിനാൻസ് കമ്പനിയിലാണ് എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ്. 22 വർഷത്തോളം ഫിനാൻസ് ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഡീലർഷിപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് ഒരു ലക്ഷറി കാറിൻ്റെ പ്രീ ഓൺഡ് ഡീലർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ടീം, നല്ലൊരു മാനേജ്മെന്റ്, ഇതിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. ഹാപ്പിയാണ് നിലവിലൂടെ വന്നതിന് ശേഷം ഹാപ്പിയാണ്. താങ്ക് യു സർ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ടോട്ടൽ ബ്രാഞ്ചസിന്റെ ടീം കാര്യങ്ങളൊക്കെ കറക്റ്റായി മാനേജ് ചെയ്യുന്ന നമ്മുടെ HR-നെയാണ്. മാം, നമുക്ക് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനെ കുറിച്ച് 2 വാക്ക് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കണം. മാം ഇവിടെ എത്തിയതിനു ശേഷമുള്ള ഒരു എക്സ്പീരിയൻസും നമ്മുടെ ടീമൊക്കെ എങ്ങനെയുണ്ട് എന്ന് പെർഫോം ചെയ്യുന്നതിന്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ. നമുക്ക് മെയിൻ ആയിട്ട് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് പർച്ചേസ്, സെയിൽസ്, ഇൻവെസ്റ്റ്മെന്റ്സ്. എന്റെ പേര് അനാർക്കലി ഷഫീഖ്. ഞാൻ ഇവിടുത്തെ HR മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ള ടീംസ് എന്ന് പറയുന്നത് സെയിൽസ്, പർച്ചേസ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനെ കുറെ ഓപ്പറേഷൻസ് അങ്ങനെയാണ്. അതിലെല്ലാം നമുക്ക് ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5ഉം 6ഉം ടീം വെച്ചിട്ടാണ് എല്ലായിടത്തും ഉള്ളത്. നമ്മുടെ പർച്ചേസ് ടീം ഒക്കെ നല്ല സ്ട്രോങ് ആണ്. കാറോണം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് അടിപൊളിയായിട്ടാണ് നടക്കുന്നുണ്ട്. അതെ, അടിപൊളിയായിട്ട് ടോട്ടലി വർക്കിലെ കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടീമിന് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ മാർക്കറ്റിംഗ് ടീം. നമ്മുടെ മാർക്കറ്റിംഗ് ടീം ഇന്ന് ഒരാൾ ലീവാണ്, ഓൾറെഡി ലീവാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് ടീം. വീഡിയോ കം എഡിറ്റർ, നമ്മുടെ AI വീഡിയോസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൊല്ലം ബ്രാഞ്ചിന്റെ മാത്രമല്ല, നമ്മുടെ ടോട്ടൽ ബ്രാഞ്ചിൽ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ. ഏകദേശം ഇപ്പൊ ഒരു 1 ഇയർ ആയി തുടങ്ങി അല്ലേ സാലറി ജോയിൻ ചെയ്തിട്ട്? വന്നതിന് ശേഷം ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. അടിപൊളി എക്സ്പീരിയൻസ് ചെയ്ത് ഫോക്കസിൽ വന്നതിന് ശേഷം എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ടീമൊക്കെ ഇടുന്നതിന് ശേഷം സെറ്റാണ്. ഹാപ്പിയാണ്. മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? അടിപൊളി മാനേജ്മെന്റ് ആണ്. നമ്മളെല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യണേ. ഭയങ്കര അടിപൊളി ടീമാണ്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ മാർക്കറ്റിംഗ് ഹെഡും CRM ആയിട്ടുള്ള ജിംനാബിയാണ്. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഹായ്, ഞാൻ തന്നെയാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ മാർക്കറ്റിംഗ് ഹെഡും അതോടൊപ്പം തന്നെ CRM ആയിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. നമ്മള് കൊല്ലം ഷോറൂമിൽ മാത്രമായിട്ടല്ല, നമ്മുടെ ടോട്ടൽ ബ്രാഞ്ചസിലാണ് വരുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് ടീം ടോട്ടലി വരുന്നത് അങ്ങനെയാണ്, പർച്ചേസ് ടീം വരുന്നതും അങ്ങനെയാണ്. ടോട്ടലായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് കേട്ടോ. നോർമലി ഒരു ഇന്ന ഷോറൂമിന്റെ ടീം എന്നുള്ള രീതിയിലല്ല, ജസ്റ്റ് ഇപ്പൊ ഒരു കോമഡി ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഒരു സ്ഥാപനം വളരണമെങ്കിൽ ഒരു കൃത്യമായ ഒരു ലക്ഷ്യം മാത്രം പോരാ, കൃത്യമായ ഒരു സിസ്റ്റം കൂടെ വേണം. യെസ്, ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന ആ ഒരു കൃത്യമായ സിസ്റ്റം കൂടെ കൊണ്ടുവന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ ഏജൻസിയാണ് പരിചയപ്പെടുത്തുന്നത്. ചെറിയൊരു മീറ്റിംഗിലാണ് തോന്നുന്നുണ്ട്. ഫോക്കസ് മോട്ടോഴ്സിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ കമ്പനിയിൽ AGM ആയിട്ട് വർക്ക് ചെയ്യുന്നു. നല്ലൊരു ഗ്രോയിങ് ഓർഗനൈസേഷനാണ്. ഇപ്പം ഞങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾ കേരള ഞങ്ങൾ ഫ്രാഞ്ചൈസീസ് വരുന്നു. അതിൻ്റെതായിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ വ്യൂവേഴ്സിന് ഒരു ഓഫർ തരുന്നത്, നിങ്ങൾ കാലിബറുള്ള നല്ല വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ ടീമിന്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാനിപ്പോൾ തരാം. പ്ലസ് നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന് അറിയാൻ തോന്നുന്നു. കാറോണം ഫസ്റ്റ് അടുത്ത മാസം 31 തീയതി വരെ നമുക്കുണ്ട്. അപ്പം അതിനകത്തും നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ സർവീസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിഫർ ചെയ്യണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഷോറൂം കൊല്ലം, പാണ്ടിക്കാട്, പാലക്കാട് വരുന്നു. അടുത്ത ബ്രാഞ്ചുകൾ ഉടനെ തന്നെ ഓപ്പണിംഗ് ആണ്.
അപ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യണം. അതെ അതെ സാർ, നമ്മുടെ കാറോണം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കിട്ടില്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാറിന് അതിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്? നമുക്ക് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു കസ്റ്റമർ പോലും ഗിഫ്റ്റ് ഇല്ലാതെ ഓണത്തിന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പോകരുതെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്പിന്നിങ്ങിന്റെ ഒരു ഓപ്ഷൻ തൊട്ട് മിനിമം അവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുത് ഫ്യൂലാണ് അല്ലെ, ഫ്യൂവല് വരെ അവരുടെ വണ്ടിക്ക് അടിക്കാനുള്ള ഒരു കൂപ്പൺ വരെ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അഷ്വേർഡ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു മാസം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഫോക്കസ് മോട്ടോഴ്സ് ആഗ്രഹിക്കുകയാണ്. അതെ, നമ്മുടെ പർച്ചേസ് ടീമൊക്കെ നല്ല അടിപൊളിയായിരിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ഷൻ ടീമാണെന്നുണ്ടെങ്കിലും ഓരോ വാഹനം അത്രയും ഇൻസ്പെക്ട് ചെയ്തിട്ടാണ്, ഏകദേശം 130+ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള വാഹനങ്ങൾ കൂടിയാണ്. അതിനെ കുറിച്ചിട്ട് സാറിന് പറയാം. തീർച്ചയായിട്ടും ഇൻസ്പെക്ഷൻ നമ്മൾ പുതിയ വാഹനത്തിന് കൂടുതലായിട്ട് ചെയ്യുന്നത് കസ്റ്റമറുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. നമ്മൾ കസ്റ്റമർക്ക് വേണ്ടിയാണ് ഇൻസ്പെക്ഷൻ ടീമിനെ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരെടുക്കുന്ന വാഹനം ഒരു കാരണവശാലും അവർ ചീറ്റ് ചെയ്യപ്പെടരുത്. ഇന്നത്തെ മാർക്കറ്റ് വളരെ എന്താ പറയാ ക്രൂക്കഡ് മാർക്കറ്റാണ് പറയാൻ. പുതിയ വാഹനം എടുക്കുന്നതിൽ വരെ ചീറ്റിംഗ് വരുന്നത്, ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ്, പിന്നെ ഫുള്ളി ടോട്ടൽ ലോസ് ആയിട്ടുള്ള വെഹിക്കിൾ, ഇതൊക്കെ കസ്റ്റമർ അറിയാതെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ ട്രസ്റ്റ് പോകും. അതുകൊണ്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇൻസ്പെക്ഷൻ എന്നുള്ളൊരു ടീമിനെ തന്നെ ഫോം ചെയ്തിരിക്കുന്നത്. ഓൾ കേരള നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും വിളിക്കാം. നമുക്ക് സെപ്പറേറ്റ് ടീം അതിന് വർക്ക് ചെയ്യും. അതെ അതെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കുറച്ച് ആളെയും കൂടെ പരിചയപ്പെടുത്താനുണ്ട്. അതോടുകൂടി നമ്മുടെ കൊല്ലം ഷോറൂമിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അജയൻ സർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കൊല്ലം ബ്രാഞ്ചിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ ഓൾ ബ്രാഞ്ചസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ സിസ്റ്റം ആക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സർ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കൊല്ലം ഷോറൂമിന്റെ BDM സാറിനെയാണ് കേട്ടോ. മേക്കമിൻ സർ. സർ, നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? എൻ്റെ പേര് ഉല്ലാസ് എന്നാണ്. ഞാൻ ഫോക്കസ് മോട്ടോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് 4 months ആവുന്നുള്ളൂ. പക്ഷെ ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് എനിക്ക് 15+ years എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഞാനിവിടെ ജോയിൻ ചെയ്ത ശേഷം ഞങ്ങൾ മെയിനായിട്ട് ഇത് ചെയ്യുന്ന കസ്റ്റമർക്ക് നല്ല വണ്ടി കൊടുക്കുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് 3 വണ്ടി വിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് ഫോക്കസ് മോട്ടോഴ്സിനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 വർഷം വാറന്റി 2 വർഷം കൊടുക്കുന്നുണ്ട്. 1 വർഷം പാൻ ഇന്ത്യ റോഡ് സൈഡ് അസിസ്റ്റൻസ്. എങ്ങും കിട്ടാത്ത ഒരു സംഭവമാണ് നെക്സ്റ്റ് കാർ. അത് കാരണം കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞങ്ങൾ ഫിനാൻസ് തന്നെ ആയാൽ തന്നെ മാക്സിമം 3 daysനുള്ളിൽ ഞങ്ങൾ അപ്രൂവൽ ചെയ്തു. നല്ല ബാങ്കിങ് ഉള്ള കസ്റ്റമറാണെങ്കിൽ പിന്നെ ഞങ്ങൾ വഴി തന്നെ ഇൻഷുറൻസ് ഉണ്ട്, പ്രിവിലേജ് കാർഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഫോക്കസിലുണ്ട്. അത് വിസിറ്റ് ചെയ്താൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഡെലിവറി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫാമിലി ആക്കുവാണ്. ഫാമിലി ആയിട്ടാണ് കസ്റ്റമർ പോകുന്നത്. അവര് ത്രൂ നമുക്ക് ഒരുപാട് റെഫറൽ വരുന്നത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, അപ്പൊ ഹാപ്പിയാണ് ടോട്ടലി നമ്മുടെ ഫോക്കസ് ടീമിന്റെ കൂടെ ഹാപ്പിയാണ്. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ നമ്മുടെ ലീവിലല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളെയും മാനേജ്മെന്റിനെയും എല്ലാം നിങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് വാഹനം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ബെൻസിന്റെ ML 350 നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിയയുടെ സോണറ്റ്, BMW X3, BMW 320D GT ആണ് കേട്ടോ വരുന്നത്. അതോടൊപ്പം തന്നെ ബസാൾട്ടിന്റെ സിട്രോണും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഇപ്പൊ അതായത് നമ്മുടെ ടീം എല്ലാവരും സംസാരിച്ച സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെ കിട്ടിയിട്ടുണ്ടാവും. അതായത് മോഡൽ കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ കിലോമീറ്റർ വളരെ കുറഞ്ഞിട്ടുള്ള, ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ കുറവായിട്ടുള്ള, എല്ലാം കൊണ്ടും ഏകദേശം 130+ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിടിലം വെഹിക്കിൾസ് തന്നെയാണ് നമ്മുടെ കൊല്ലം ഷോറൂമിലും നമ്മുടെ പാണ്ടിക്കാട് ഷോറൂമിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാറോണം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് കിടിലം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കിടിലം ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായ സമ്മാനങ്ങളും കിട്ടാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല
നമ്മുടെ ടോട്ടൽ ഡെലിവറീസിൽ നിന്ന്, അതായത് കാരോണം ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ടോട്ടൽ ഡെലിവറീസിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കപ്പിൾ ടൂർ പാക്കേജ് ആണ്. തേർഡ് പ്രൈസ് ആയിട്ട് LED TV ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളോടൊപ്പം തന്നെ ഇതും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ 2 വർഷം വാറന്റിയോട് കൂടിയാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. യൂസ്ഡ് കാറിലൊക്കെ 2 വർഷം വാറന്റി എന്ന് പറയുന്നത് ഒരാളും കൊടുക്കാത്തൊരു സംഗതി തന്നെയാണ് 2 വർഷം വാറന്റി എന്നുള്ളത്. അത് നമ്മുടെ ഒരു കോൺഫിഡൻ്റ് ആണ്. അതായത് നമ്മുടെ സെയിൽസ് ടീമിന് ഓരോ വാഹനം കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻറ്റും കൂടിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. 2 വർഷം വാറന്റിയോട് കൂടിയാണ് ഓരോ വാഹനവും നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ നിന്ന് പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു സമയം തന്നെ ചൂസ് ചെയ്യുക. വാഹനം ആവശ്യമായിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്തോളൂ.